കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ശ്രീലകത്ത് നിന്ന് കളഭ കൊണ്ട് ചാർത്തിയെ കാണാൻ അത്ര ഭംഗിയുണ്ട്. നല്ല സന്തോഷമായിട്ട് നിൽക്കണ ഒരു ഉണ്ണി കാണാൻ. രണ്ട് കുഞ്ഞിക്കാലും വരെ അതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. തടിച്ചൊരുണ്ണ നല്ല മിടുക്കനൊരു ഉണ്ണി കേട്ടോ. കാണാൻ നല്ല കൗതുകമാണ്. ഒരു 2-2.5 വയസ്സ് പ്രായം, തടിച്ചൊരുണ്ട ഒരു മിടുക്കനൊരു ഉണ്ണി. ആ കുഞ്ഞിക്കാലുമ്പഴ് രണ്ട് കാലുമ്പഴ് ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കിങ്ങിണി, അങ്ങനെ മുത്ത് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിണി. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, പിന്നെ ഒരു കാശിമാല പോലത്തെ ഒരു മാല, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഒക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട്. വലത്തെ കയ്യിൽ അച്ഛര് വെണ്ണൂറില പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു ഓടക്കോളിൽ പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല സന്തോഷത്തിലാണ്. കണ്ണന് വേണ്ട ഈ ഉച്ചപൂജ നേദ്യം ഇതൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിരുന്നിട്ട് ഒരു ഉരുളക്ക വെണ്ണയും ഒരു ഓടക്കോളിലും കയ്യിൽ പിടിച്ചിങ്ങനെ ആനന്ദത്തിലാണ് നിൽക്കണം. ഭക്തന്മാരെ കാത്തു നിൽക്കുക. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീവിൻ്റെ സ്വർണ്ണകോപ്പി, നല്ല തൂമന്ദഹാസം, മിടുമിടുക്കനായിട്ടൊരു നല്ല പുഞ്ചിരി. അത് നല്ല കൗതുക കാണാൻ വേണ്ടി കാണാനെ. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിലതാ 3 തിരുമുടിമാലകളാണ്. തെച്ചിയും തുളസിയായിട്ട് തിരുമുടിമാല, പിന്നെ താമരയും തുളസിയായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് ഒരു തിരുമുടിമാല, എല്ലാറ്റിലും തുളസി അങ്ങനത്തെ തിരുമുടിമാലകളാണ് 3 ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഉരുണ്ടമാല. എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് കുറച്ച് മുട്ട് കൈ വരും. അതിൻ്റെ താഴത്തേക്ക് വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട്. പിന്നെ കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് എത്തുമ്പോഴേക്ക് തുളസിപ്പൂവായിട്ട്. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ താമര ധാരാളം, അതിൻ്റെ നടുവിൽ കുറച്ച് തുളസിപ്പൂവ്, പിന്നെ താമര അങ്ങനെയായിട്ട്. അങ്ങനെ 2 ഉണ്ടമാലയും 3 തിരുമുടിമാലയാണ് ചാർത്തിരിക്കണത് പൊന്നുണ്ണി കണ്ണനെ. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തോടു കൂടി വെണ്ണൂറിലെയും മുടക്കോഴും പിടിച്ച് നല്ല സന്തോഷമായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. ഈ ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷം തരണേ കണ്ണ, നാമം ജപിക്കാൻ തോന്നുന്ന പ്രാർത്ഥനയോടെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ ഒരു ആനന്ദം തന്നെയാണ്. ഞാൻ ഇപ്പം നല്ല ആനന്ദത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിനിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂണ്ടെങ്കിൽ ഒരു 3-4 ഉണ്ട്. പിന്നെ അതിൻ്റെ നടുവിൽ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. അതുകൊണ്ട് കണ്ണൻ ഇപ്പം തന്നെ കാണാൻ എന്തൊരു കൗതുകാറിയോ കാണാൻ. ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിലിങ്ങനെ വിചാരിച്ചതിന് ആനന്ദം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മകൻ്റെ വക്ത്രത്തിൽ മനോഹരസ്മിതം കടിഞ്ഞിൽ പൂത്തങ്ങനെ കണ്ട വേളയിൽ സമീരനാഥനു യശോദ നേർച്ചയായി കഴിച്ചു പാൽപായസമായിരം കുടം. അനങ്ങിടാതൻ മനമേ നിനയ്ക്കണം മുനീന്ദ്രരാർക്കും ഭഗവത്പദാംബുജം എനിക്കേതാണുള്ളത് ചൊല്ലുവാൻ ഇനി തനിക്കു ബോധിച്ചതുപോലെ ചെയ്തിടാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കൊള്ളും വെണ്ണൂറിലെയും പിടിച്ചിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ ശ്രീലകത്ത് നിൽക്കണേട്ടാ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം നമുക്ക്. കണ്ണാ അനുഗ്രഹിക്കണേ, സച്ചിദാനന്ദ കട്ടെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഈ സംസാര സാഗരത്തിൽ നിന്നെല്ലാം മാറ്റി ചിന്തകളൊക്കെ മാറ്റി പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പദം മാത്രം മനസ്സിലെപ്പോഴും തെളിഞ്ഞു വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കിയിട്ട് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.